പാർട്ട് 2 ആണ്. യെസ്, അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ്. എന്താണ്? ഭിന്നശേഷിക്കാർക്കുള്ള വിശേഷ തിരിച്ചറിയൽ കാർഡ്, അതായത് UDID കാർഡ്. എന്താണ് UDID കാർഡ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതെന്നറിയോ? എന്താണ്? മുഴുവൻ ഭിന്നശേഷിക്കാർക്കും വിശേഷ തിരിച്ചറിയൽ കാർഡ്, അതായത് UDID കാർഡ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ് UDID? യുണീക്ക് ഡിസബിലിറ്റി ID. എന്താണ്? യുണീക്ക് ഡിസബിലിറ്റി ID നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ്? അറിയോ സീഷ്മ? അറിയോ? ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പം എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. എന്താണ്? മുഴുവൻ ഭിന്നശേഷിക്കാർക്കും വിശേഷ തിരിച്ചറിയൽ കാർഡായ UDID, അതായത് യുണീക്ക് ഡിസബിലിറ്റി ID നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ് കൂട്ടുകാരെ? അത് മഞ്ചേരി, മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ്. ഓക്കെ അല്ലേടാ? യെസ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരെന്നറിയോടാ? അനന്തു പറഞ്ഞേ. ശ്രീജ? യെസ്, അർജന്റീനയാണ് അല്ലേ? ആരാണ്? അർജന്റീന. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയാണ്. എങ്കിൽ ഫൈനലിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന കിരീടം സ്വന്തമാക്കിയത്. ആരെ പരാജയപ്പെടുത്തിയാണ്? കൊളംബിയ. അപ്പം 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? അർജന്റീനയാണ്. ഫൈനലിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന കിരീടം സ്വന്തമാക്കിയത്. എന്താണ് ആ ഒരു ഓളമില്ലാത്ത? യതീഷ്, അമ്മു സുധീഷ്, അനിത, AHP, അക്ഷിത, സുനി, ദിലീപ്, അനന്തു, സീഷ്മ, ഷഹാന, ശ്രീജ, ഖദീജ. ഓക്കെ അല്ലേ? യെസ്, എല്ലാവരും നിങ്ങൾക്ക് അറിയുന്ന ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. ഉത്തരം ടൈപ്പ് ചെയ്യണേ. യെസ്, ഓക്കെ അല്ലേടാ? യെസ്. ഇനി തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതെന്നറിയോടാ? തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ വിവരശേഖരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ്, പറഞ്ഞേ അനന്തു, ശ്രീജ, അനിത പറഞ്ഞേ. തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന്റെ പേര് എന്താണ്? യെസ്, ക്യൂ ഫീൽഡ്. എന്താണ്? ക്യൂ ഫീൽഡ്. ആർക്കും എന്താണ് ഒരു ഉഷാറില്ലാത്ത? തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ഖദീജ, അനന്തു, ശ്രീഷ്മ. എന്താണ്? ക്യൂ ഫീൽഡ്. എന്താണ് കൂട്ടുകാരെ? ശ്രീജ, എന്താണ്? ക്യൂ ഫീൽഡ്. എങ്കിലും അടുത്ത ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി നിലവിൽ വന്ന സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണെന്നറിയോ? യെസ്, 1930 അല്ലേ? വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വന്ന സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930 അല്ലേ? 1930 അല്ലെങ്കിൽ 1930 എന്നും പഠിക്കുക. എങ്ങനെയാണോ നിങ്ങൾക്ക് ഉത്തമം അത്തരത്തിൽ പഠിക്കുക. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയിലെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏകീകൃത പോർട്ടലിൻ്റെ പേര് എന്തെന്നറിയോ? ഇന്ത്യയിലെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏകീകൃത പോർട്ടലിൻ്റെ പേര് യെസ് മാതൃഭൂമി. അക്ഷിത, സുനീത്, ഗുഡ്. എന്താണ്? മാതൃഭൂമിയാണ് അല്ലേ? മാതൃഭൂമി. ചിഞ്ചു മോഹൻ എവിടെയാടാ പോയത്? ചിഞ്ചു മോഹൻ നമ്മുടെ പല കൂട്ടുകാർ ഇന്ന് മിസ്സിംഗ് ആണല്ലേ? എന്താണാവോ? യെസ്, മാതൃഭൂമിയാണല്ലേ? മാതൃഭൂമി. എങ്കിൽ 2024 ജൂലൈയിൽ കദരഗാമ എസാല എന്ന ഉത്സവം ആഘോഷിച്ച രാജ്യം ഏതെന്നറിയോ? 2024 ജൂലൈയിൽ കദരഗാമ എസാല എന്ന ഉത്സവം ആഘോഷിച്ച രാജ്യം ഏതെന്നറിയോടാ? പറഞ്ഞേ. 2024 ജൂലൈയിൽ കദരഗാമ എസാല എന്ന ഉത്സവം ആഘോഷിച്ച രാജ്യം ഏതാണ്? ഖദീജ പറഞ്ഞേടാ. ഏതാണ്? പറഞ്ഞേ. ഏതാടാ? ശ്രീലങ്കയാണല്ലേ? ഏതാണ്? ശ്രീലങ്ക. ഏതാണ്? ശ്രീലങ്ക. 2024 ജൂലൈയിൽ
കദരഗാമ എസാല എന്ന ഉത്സവം ആഘോഷിച്ച രാജ്യം ഏതാണ്? യെസ്, ശ്രീലങ്കയാണ് അല്ലേ. ഈ ചോദ്യങ്ങൾ ഞാൻ ഒന്നും കൂടി ആവർത്തിക്കട്ടെ. യെസ്, എന്താണ് ഒന്നാം ചോദ്യം? യെസ്, മുഴുവൻ ഭിന്നശേഷിക്കാർക്കും വിശേഷ തിരിച്ചറിയൽ കാർഡായ UDID അല്ലെങ്കിൽ എന്ത് പറയാം, യുണീക്ക് ഡിസബിലിറ്റി ID നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ് കൂട്ടുകാരെ? അത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി. ഗുഡ്സ്, എന്താണ്? മലപ്പുറം ജില്ലയിലെ മഞ്ചേരി. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കളാരായിരുന്നു? 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ, യെസ് ശ്രീജ, എന്താണ്? അർജന്റീനയാണല്ലേ, അർജന്റീന. അപ്പോൾ റണ്ണേഴ്സപ്പ് ആയതാരാണ്? റണ്ണേഴ്സപ്പ് അമ്മു സുധീഷ് പറഞ്ഞേ, റണ്ണേഴ്സപ്പ് ആയതാരാണ്? കൊളംബിയ ആണല്ലേ. ഗുഡ് ശ്രീജ. ആരാണ്? കൊളംബിയയെ ഫൈനലിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന കിരീടം സ്വന്തമാക്കിയത് അല്ലേ. എങ്കിൽ തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതായിരുന്നു? തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ഗുഡ്സ്, എന്താണ്? ക്യൂ ഫീൽഡ് അല്ലേ. എന്താണ് കൂട്ടുകാരെ? ക്യൂ ഫീൽഡ്. ഓക്കെ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്താണ്? വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി നിലവിൽ വന്ന സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1930. ഓക്കെ അല്ലേ. അപ്പം നമ്മുടെ ലൈവിലുള്ള എല്ലാ കൂട്ടുകാരും എന്താക്കുക, ഉത്തരം ടൈപ്പ് ചെയ്യണേ. ഞാൻ പറഞ്ഞു ഇവിടെ എന്താണ്, ഒരു തെറ്റ് പറ്റിയാലും ഒരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ എന്താണ് ഇവിടെ തെറ്റ് പറ്റിയാൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ല, അല്ലെങ്കിൽ എന്ത് വിചാരിക്കുന്ന ചിന്താഗതിയൊന്നും വേണ്ട. നിങ്ങൾക്ക് അറിയുന്ന ഉത്തരം അല്ലെങ്കിൽ തോന്നുന്ന ഉത്തരം ഇവിടെ യെസ് ടൈപ്പ് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇനി എന്തുത്തരമായിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. ഇനി തെറ്റിപ്പോയാലും അത് ഡിലീറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ തെറ്റി പഠിക്കുക. പരീക്ഷാ ഹാളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? അപ്പം പരീക്ഷാ ഹാളിൽ കൃത്യമായി രേഖപ്പെടുത്താൻ ഒരു പരിശീലനമായിട്ടാണ് നമ്മൾ ഇത്തരം ലൈവിൽ റിവിഷൻ വരുന്നില്ലേ, ഒരു റിവിഷൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു കമ്പൈൻ ചെയ്യുന്ന മെത്തേഡിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നടത്തുന്നത്. അതുകൊണ്ട് ഒരു ഇതും വേണ്ട, ഇതാക്കുക. നിങ്ങൾക്ക് അറിയുന്ന ഉത്തരങ്ങൾ യെസ് ടൈപ്പ് ചെയ്യാം. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ ഇന്ദിര? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിലെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിന്, എന്താണ്? ഇന്ത്യയിലെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏകീകൃത പോർട്ടലിൻ്റെ പേരെന്താണ്? മാതൃഭൂമി അല്ലേ. എന്താണ്? മാതൃഭൂമി. ഓക്കെ. യെസ്. ഓക്കെ. എങ്കിൽ 2024 ജൂലൈയിൽ കദരഗാമ എസാല എന്ന ഉത്സവം, എന്താണ്? കദരഗാമ എസാല എന്ന ഉത്സവം ആഘോഷിച്ച രാജ്യം ഏതാണ്? ശ്രീലങ്ക. ഏതാണ്? ശ്രീലങ്കയാണ്. ശ്രീലങ്കയല്ലേ? ശ്രീലങ്ക. ഓക്കെ. യെസ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെടാ, ഇന്ന് ആർക്കൊക്കെ SI പരീക്ഷ ഉണ്ടായിരുന്നു? SI പരീക്ഷ നല്ല പരീക്ഷ ആയിരുന്നോടാ? എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വ്യവസായ നയത്തിൽ കട്ട് ഓഫ് ചാൻസ് ഉണ്ട്, 40-45 കട്ട് ഓഫ് ചാൻസ് ഉണ്ട്. യെസ്, കട്ട് ഓഫ് കുറയും. നോക്കാം. യെസ്. ഓക്കെ ഇതാ. യെസ്. എങ്കിൽ വ്യവസായ നയത്തിൽ സമഗ്ര AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്നറിയോ? എന്താണ്? വ്യവസായ നയത്തിൽ സമഗ്ര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? യെസ് അനന്തു, കേരളമാണല്ലേ. ഏതാണ്? കേരളം. വ്യവസായ നയത്തിൽ സമഗ്ര അമ്പാടി. യെസ്, അമ്പാടി വൈദല്ലേ വരാൻ വേണ്ടിയിട്ട്. യെസ്. അവർ സമഗ്ര വ്യവസായ നയത്തിൽ സമഗ്ര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ്. കേരളം. ഓക്കെ. എങ്കിൽ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. 2024 ജൂലൈയിൽ സർക്കാർ തൊഴിൽ മേഖലയിലെ സംവരണത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയ രാജ്യം ഏതെന്നറിയോടാ അമ്പാടി? അനന്തു പറഞ്ഞേ. ശ്രീജ. യെസ്. എന്താണ്? ബംഗ്ലാദേശ്. ഗുഡ് സമീറ. എന്താണ്? ബംഗ്ലാദേശ് ആണല്ലേ. 2024 ജൂലൈയിലെ സർക്കാർ തൊഴിൽ മേഖലയിലെ സംവരണത്തിനെതിരെ പ്രക്ഷോഭം നടന്ന രാജ്യമാണ് ഏത് കൂട്ടുകാരെ? ബംഗ്ലാദേശ് ആണല്ലേ. ബംഗ്ലാദേശ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
റെക്കോർഡ് ക്ലാസ് യൂട്യൂബിൽ ക്ലാസ് ഡെയിലി കേൾക്കും. താങ്ക് യു അമ്പാടി. യെസ് കേൾക്കുക കേട്ടോ, നല്ല ക്വസ്റ്റ്യൻസ് ആണ്. യെസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തീർച്ചയാണ് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. ഇനി 2024 ജൂലൈയിൽ US ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആരാണ്? ആരെന്നറിയോ? അമ്പാടി പറഞ്ഞേ. ശ്രീജ, അനന്തു പറഞ്ഞേ. ഖദീജ. ആരാണ്? സമീറ, ഇന്ദിര പറഞ്ഞ്. ഇന്ദിര, ഷിഫ്ന മുത്തു പറഞ്ഞേ. 2024 ജൂലൈയിൽ US ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആരെന്നറിയോ? അതെ പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ലേ, ഫുള്ള് പേരൊന്നും വേണമെന്നില്ല. നിങ്ങൾ എന്താക്കുക, നിങ്ങൾ ജസ്റ്റ് ആ പേരിൻ്റെ വാലോ തുമ്പോ ഏതെങ്കിലും പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ പറഞ്ഞോളാം. നിങ്ങൾക്കറിയാം എന്നൊരു ക്ലൂ മാത്രം എനിക്ക് ഇവിടെ കിട്ടിയാൽ മതി. എന്താണ്? വിനയ് മോഹൻ ഗോത്ര. എന്താണ്? വിനയ് മോഹൻ ഗോത്ര. ഒന്നും കൂടി ഞാൻ വായിക്കാം. 2024 ജൂലൈയിൽ US ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആരാണ്? അത് വിനയ് മോഹൻ ഗോത്ര. ആരാണ്? വിനയ് മോഹൻ ഗോത്ര. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹരിയാനയിലെ പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം ഉരുളക്കിഴങ്ങ് ഏതെന്നറിയോടാ? എന്താണ്? ഹരിയാനയിലെ പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം ഉരുളക്കിഴങ്ങ്. യെസ്, കുഫ്രി ഉദയ്. ചിലപ്പോൾ BS ചോദിക്കാം. കുഫ്രി ഉദയ് ഏതിനമാണ്? ഏതിനം വിളയാണ്? ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ്. കുഫ്രി ഉദയ് എന്നാണ്. കുഫ്രി ഉദയ് എന്താണ് കൂട്ടുകാരെ? ഖദീജ, കുഫ്രി ഉദയ് എന്താണ്? അത് ഉരുളക്കിഴങ്ങാണ്. ഹരിയാനയിലെ പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം ഉരുളക്കിഴങ്ങാണ് കുഫ്രി ഉദയ്. എങ്കിൽ കേരളത്തിൻ്റെ പുതിയ ലോകായുക്തയായി നിയമിതനായതെന്ന് ആരറിയോ? കേരളത്തിൻ്റെ പുതിയ ലോകായുക്തയായി നിയമിതനായത് ജസ്റ്റിസ് അനിൽ കുമാർ ആണല്ലേ. ജസ്റ്റിസ് അനിൽ കുമാർ. കേരളത്തിൻ്റെ പുതിയ ലോകായുക്തയായിട്ട് നിയമിതനായത് ജസ്റ്റിസ് അനിൽ കുമാർ ആണെങ്കിൽ ഇന്ദിര അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണം നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? എന്താണ്? കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ വകുപ്പിൻ്റെ പരിചരണം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് അറിയോടാ? സമീറ, അനിത പറഞ്ഞേ. ആയുഷ്മാൻ അല്ലടാ, ആയുഷ്മാൻ അല്ല. നോക്കണേ, അലോപ്പതിയുടെയും ഹോമിയോപ്പതിയുടെയും ആയുർവേദ വിഭാഗത്തിൻ്റെയും അവരുടെ 3 പേരുടെയും സമഗ്ര ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണം നടപ്പിലാക്കുന്ന പദ്ധതി. ഞാൻ പറയാം, പഠിച്ചു വെച്ചോ കൂട്ടുകാരെ. 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. എന്താണ്? അരികെ. എന്താണ്? അരികെ. എന്താണ് അരികെ? കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത് കൂട്ടുകാരെ? അരികെ. എങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? അതെല്ലാവർക്കും അറിയാം അല്ലേ. കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്താണ് കൂട്ടുകാരെ? പറഞ്ഞേ ഇന്ദിര. ആയുഷ്മാൻ ഭാരത്. എന്താണ്? ആയുഷ്മാൻ ഭാരത്. ശ്രീജ, എന്താണ്? ആയുഷ്മാൻ ഭാരത്. കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഏതിടാ? ആയുഷ്മാൻ ഭാരത് അല്ലേ. ആയുഷ്മാൻ ഭാരത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി സ്പീഡ് പറയട്ടെ. 2024 ജൂലൈയിൽ സർക്കാർ തൊഴിൽ മേഖലയിലെ സംവരണത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയ രാജ്യമാണ് ഏത് കൂട്ടുകാരെ? പറഞ്ഞേ, സ്പീഡ് പറഞ്ഞേടാ. ബംഗ്ലാദേശ്. എങ്കിൽ 2024 ജൂലൈയിൽ US ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആരാണ്? വിനയ് മോഹൻ ഗോത്ര. ആരാണ്? വിനയ് മോഹൻ ഗോത്രയാണല്ലേ. എങ്കിൽ ഹരിയാനയിലെ പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം ഉരുളക്കിഴങ്ങാണ് ഏത്? കുഫ്രി ഉദയ്. PS ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? കുഫ്രി ഉദയ് ഏതിൻ്റെ സങ്കര ഇനമാണ്? കുഫ്രി ഉദയ് അത് ഉരുളക്കിഴങ്ങാണ്. ഓർത്തു വെച്ചോ, 1 മാർക്കാണ്. എങ്കിൽ കേരളത്തിൻ്റെ പുതിയ ലോകായുക്തയായി
നിയമിതനായത് ആരെന്നറിയോ? കേരളത്തിൻ്റെ പുതിയ ലോകായുക്തയായി നിയമിതനായത് ജസ്റ്റിസ് അനിൽകുമാർ ആണല്ലേ. ആരാണ്? ജസ്റ്റിസ് അനിൽകുമാർ. എങ്കിൽ കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? അരികെ. എന്താണ്? അരികെ. എങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? ആയുഷ്മാൻ ഭാരത്. എന്താണ്? ആയുഷ്മാൻ ഭാരത് ആണ്. എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. എങ്കിൽ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 30ാമത് ചരമവാർഷികത്തിൽ കോഴിക്കോട് ദയാപുരത്ത് ഒരുങ്ങുന്ന ബഷീർ മ്യൂസിയത്തിൻ്റെ പേര് എന്താണെന്ന് അറിയൂടാ? ഓ, കട്ടാവുന്നുണ്ടോ? ഇന്ദിര പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്താക്കുക? ഒന്ന് എക്സിറ്റ് ആവുക, വീണ്ടും ജോയിൻ ചെയ്യുക. എന്തെങ്കിലും റേഞ്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രശ്നം എന്താണ്? എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ സെറ്റ് ആവും കേട്ടോ. ഒന്നുകൂടി എക്സിറ്റ് ആവുക, വീണ്ടും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്താണ് ഞാൻ പറയട്ടെ? ചോദ്യം ശ്രദ്ധിക്കാനിടാ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 30ാമത് ചരമവാർഷികത്തിൽ കോഴിക്കോട് ദയാപുരത്ത് ഒരുങ്ങുന്ന ബഷീർ മ്യൂസിയത്തിൻ്റെ പേരാണ് ഏത് കൂട്ടുകാരെ? യെസ്, പറഞ്ഞേ. എന്താണ്? ആകാശമിട്ടായി അല്ല, മതിലുകളാണ്. മതിലുകൾ. എന്താണ്? ഈ വൈക്കം മുഹമ്മദ് ബഷീറിലടാ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 30ാമത് ചരമവാർഷികത്തിൽ കോഴിക്കോട് ദയാപുരത്ത്, എവിടെയാണ്? കോഴിക്കോട് ദയാപുരത്ത് ഒരുങ്ങുന്ന ബഷീർ മ്യൂസിയത്തിൻ്റെ പേരെന്താണ്? മതിലുകളാണല്ലേ. മതിലുകൾ. എങ്കിൽ 2024 വിംബിൾട്ടൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടുന്നാരെന്നറിയോ? 2024 വിംബിൾട്ടൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് അറിയോ? 2024 വിംബിൾട്ടൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ഞാൻ പറയട്ടെടാ, ആരാണ്? കാർലോസ് അൽക്കാരസ് അല്ലേ, സ്പെയിൻ ആണ് അല്ലേ. കാർലോസ് അൽക്കാരസ് ആണ്, സ്പെയിൻകാരനാണ്. 2024 വിംബിൾട്ടൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയതാരാണ്? കാർലോസ് അൽക്കാരസ് എന്നാണ്. കാർലോസ് അൽക്കാരസ്. എങ്കിൽ 2024 വിംബിൾട്ടൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയതാരാണ്? 2024 വിംബിൾട്ടൺ വനിതാ വിഭാഗം സിംഗിൾസിൽ വനിതാ വിഭാഗം അറിയോ? പറഞ്ഞേ. വനിതാ വിഭാഗം 2000 യെസ് എന്നാണ് ബാർബറ ക്രിജിക്കോവ. ചെക്ക് റിപ്പബ്ലിക്കൻ താരമായ ബാർബറ ക്രിജിക്കോവയാണ് 2024 വിംബിൾട്ടൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം. ഞാൻ ഒന്നുകൂടി വായിക്കാം. 2024 വിംബിൾട്ടൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്, സ്പെയിൻകാരൻ. 2024 വിംബിൾട്ടൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയതാരാണ്? അത് ബാർബറ ക്രിജിക്കോവ, ചെക്ക് റിപ്പബ്ലിക് ആണല്ലേ. എങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചെന്താണ്? 2024 കോപ്പ അമേരിക്ക കിരീടം നേടിയതാരാണ്? കോപ്പ അമേരിക്ക 2024 കോപ്പ അമേരിക്ക യെസ് അർജന്റീനയാണല്ലേ. എങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, 2024 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയതാരാണ്? 2024 യൂറോ കപ്പ് യെസ് സ്പെയിൻ ആണല്ലേ. സ്പെയിൻ 2024 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് സ്പെയിൻ ആണല്ലേ. സ്പെയിൻ. എങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ എത്രയാണെന്ന് അറിയോ? കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യത്തെ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ അറിയോ? ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ അക്ഷിത സുനീഷ് ഗുഡ്സ് എന്നാണ് 1933 അല്ലെങ്കിൽ 1933 പഠിക്കുക. 1933 കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ 1933 അല്ലെങ്കിൽ 1933 ആണ്. ഓർത്തു വെച്ചോ, PS ചോദിക്കും. എങ്കിൽ 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗര ദൗത്യമേതാണ്? 2024 ഹാലോ ഓർബിറ്റിൽ എന്താണ്? 2024
2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗര ദൗത്യമാണ് കൂട്ടുകാരെ ഏതാ? ആദിത്യ L1. ഈ ആദിത്യ L1 അല്ലെങ്കിൽ ഇന്ത്യയുടെ അടുത്ത സൗര ദൗത്യമായ ആദിത്യ L1 ഹാലോ പോയിന്റിൽ ഹാലോ ഓർബിറ്റിൽ എത്തിയത് ഏത് ദിവസമാണെന്ന് അറിയോ? ഇന്ത്യയുടെ അടുത്ത സൗര ദൗത്യമാണ് ആദിത്യ L1 അല്ലേ? ആദിത്യ L1 സെപ്റ്റംബർ 2 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചത്. ഈ സെപ്റ്റംബർ 2 വിക്ഷേപിച്ച ആദിത്യ L1 ഹാലോ ഓർബിറ്റിൽ എത്തിയത് 2024 ജനുവരി 6-നാണ്. 2024 ജനുവരി 6-ലാണ്. ഓർത്തു വെച്ചോ, PSC ചിലപ്പോൾ ചോദിക്കാം. 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗര ദൗത്യമായ ആദിത്യ L1 നമ്മുടെ ഹാലോ ഓർബിറ്റിൽ എത്തിയത് 2024 ജനുവരി 6-നാണ്. 2024 ജനുവരി 6-നാണ്. എങ്കിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഔദ്യോഗികമായി ഏത് പേരിലാണ് ഇനി അറിയപ്പെടുക? കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഔദ്യോഗികമായി ഏത് പേരിലാണ് ഇനി അറിയപ്പെടുക? അറിയോടാ? കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഇനി മുതൽ ഔദ്യോഗികമായി ഏത് പേരാണ് അറിയപ്പെടുക എന്ന് ചോദിച്ചാൽ പറയണം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ്. എന്താണ്? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ഓക്കെ അല്ലേ കൂട്ടുകാരെ? ഷിഫ്ന, രജിത, അക്ഷിത, സുമ, രേഷ്മ, അമ്പാടി, അക്ഷിത, സമീറ, എത്തിസ്റ്റ്, അമ്മു, മനസ്സിലാവുന്നില്ലേ? HP, സുനി, ഷഹാന, ശ്രീജ, ഖദീജ, അക്ഷിത്, മനസ്സിലാവുന്നില്ലേടാ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ. മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എന്ന് പറയാ. റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയാം. എത്ര തവണ ആവർത്തിക്കാനും ഞാൻ തയ്യാറാണ്. പഠിച്ചിട്ട് പോവുക. ഓക്കെ അല്ലടാ ഇന്ദിര? യെസ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി റിവിഷൻ ചെയ്യട്ടെടാ. അപ്പം 2024 വിംബിൾട്ടൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ് അല്ലേ? കാർലോസ് അൽക്കാരസ്. എങ്കിൽ 2024 വിംബിൾട്ടൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം 2024 വിംബിൾട്ടൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ബാർബറ ക്രിജിക്കോവ ആണ് അല്ലേ? ബാർബറ ക്രിജിക്കോവ. ചെക്ക് റിപ്പബ്ലിക്കൻ താരമാണ് ആര്? ബാർബറ ക്രിജിക്കോവ. എങ്കിൽ 2024 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടുന്നതാണ്. യൂറോ കപ്പ് കിരീടം 2024 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് സ്പെയിൻ ആണല്ലേ? സ്പെയിൻ. എങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യത്തെ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പറാണ് ഏതാ? 1933. എങ്കിൽ 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗര ദൗത്യമായ ആദിത്യ L1 ഹാലോ ഓർബിറ്റിൽ എത്തിയതെന്നാണ് ഇന്ദിര പറഞ്ഞേ? ഹാലോ ഓർബിറ്റിൽ എത്തിയത് 2024 ജനുവരി 6-നാണ് അല്ലേ? എങ്കിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ ഔദ്യോഗികമായി ഇനി ഏത് പേരിലാണ് ഇനി മുതൽ അറിയപ്പെടുക എന്ന് ചോദിച്ചാൽ പറയണം ഏതാടാ? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ്. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ഓക്കെ. യെസ്. എങ്കിൽ അടുത്തത് ഉത്തരം പറയണേ. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡായി മാറുന്ന ലാലൂർ ഏത് ജില്ലയിലാണെന്ന് അറിയോടാ? സന ബാബു. യെസ് സന. തൃശ്ശൂരാണല്ലേ? തൃശ്ശൂരുകാരുണ്ടോടാ നമ്മുടെ ഗ്രൂപ്പിൽ? ലൈവിലുണ്ടോടാ തൃശ്ശൂരുകാരുണ്ടോ നമ്മുടെ ഗ്രൂപ്പിൽ? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡായി ഞാൻ തൃശ്ശൂർ. യെസ്. സനാബാബു തൃശ്ശൂരാണോ? ഗുഡ്സ്. അമ്പാടിയും തൃശ്ശൂരാണോ? അമ്പാടി. ഗുഡ്സ്. അപ്പം ഓർക്കണേ അമ്പാടി, സനാബാബ് ഓർക്കണേ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡായി മാറുന്ന ലാലൂർ ഏത് ജില്ലയിലാണ് അമ്പാടി? തൃശ്ശൂർ ജില്ലയിലാണ് അല്ലേ? തൃശ്ശൂർ. സനാബാബോടാണോ? തൃശ്ശൂർ എവിടെയാണ്? യെസ്.
ഓക്കെ, എങ്കിൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതെന്നറിയോടാ? 2023 കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ 2023 യെസ് കല്ലായി ആണല്ലേ. ഖദീജ ഗുഡ്സ് എന്നാണ് കല്ലായി പുഴ, കോഴിക്കോട് ജില്ലയിലെ കല്ലായി പുഴയാണ്. കോഴിക്കോടുകാരുണ്ടോടാ? കോഴിക്കോടുകാരുണ്ടോടാ? കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതെന്നറിയോടാ? കല്ലായി പുഴയാണല്ലേ. കല്ലായി പുഴ കോഴിക്കോട്. എങ്കിൽ രണ്ടാമത്തെ നദി മലിനീകരണപ്പെട്ട രണ്ടാമത്തെ നദി ഏതാണെന്നറിയോ? പറഞ്ഞേടാ സമീറ, ഖദീജ പറഞ്ഞേ. രണ്ടാമത്തത് കരമനയാറാണ്. ഖദീജ സനാബോ പഠിക്കണേ. കരമനയാർ തിരുവനന്തപുരം ജില്ലയിലെ കരമനയാറാണ് എന്താണ് രണ്ടാം സ്ഥാനത്ത്. കരമനയാർ ഒന്നാം സ്ഥാനം കല്ലായിപ്പുഴ കോഴിക്കോട്, രണ്ടാമത് കരമനയാർ തിരുവനന്തപുരം. ഓക്കെ, ഇനി 2024 ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം ഏതെന്നറിയോ? സനാബാബു താങ്ക് യു. ഇതാണ് കക്കോടിയല്ലടാ. 2024 ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രമാണ്. ഏതാണ്? മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം. ഓക്കെ, മലപ്പുറംകാരുണ്ടോ? മലപ്പുറംകാർ ഓർത്ത് വെച്ചോ, എല്ലാവരും ഓർക്കണേ. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം കേട്ടോ. എന്താണ് 2024 ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇത്, കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം. എങ്കിൽ ലോകത്തിലെ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള വെച്ച് ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കാറ്റ് ഏതെന്നറിയോടാ? ലോകത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള വെച്ച് ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കാറ്റ് ഏതെന്നറിയോ? ഇത് ഇവിടെ വീശിയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അറിയില്ല, ഞാൻ പറയാം. ബെറിൻ ചുഴലിക്കാറ്റ് എവിടെയാണ് വീശിയത്? അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്താണ് ലോകത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കാറ്റ് ഏത് ചുഴലിക്കാറ്റാണ് കൂട്ടുകാരെ? ബെറിൽ ചുഴലിക്കാറ്റാണ്. എന്താണ്? ബെറിൽ ചുഴലിക്കാറ്റ്. ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ ബഷീർ സ്മാരകമായ ആകാശമിഠായി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബഷീർ സ്മാരകമായ ആകാശമിഠായി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? യെസ്, എവിടെയാണ്? ബേപ്പൂരാണല്ലേ. ബഷീർ സ്മാരകമായ ആകാശമിഠായി സ്ഥിതി എവിടെയാണ്? യെസ്, അത് ബേപ്പൂരാണ്. എങ്കിൽ കെൽട്രോൺ ഈ കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ടൂളാണ് ഏത്? ഡിജി സ്മാർട്ട് കെല്ലി. എന്താണ്? ഡിജി സ്മാർട്ടും കെല്ലിയും ഓർത്തു വെക്കണേ. കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ടൂളുകളാണ് ഏത്? ഡിജി സ്മാർട്ടും കെല്ലിയും. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? അപൂർവ രോഗമായ ചാന്ദിപുര വൈറസ് എന്നാണ്. ചാന്ദിപുര വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതെന്നറിയോ? ഇത് ചോദിക്കാൻ ഏറെ ചാൻസ് ഉണ്ട്. 99. യെസ് ശ്രീജ, ഗുജറാത്ത് ആണല്ലേ. ഗുഡ്സ്. എന്താണ്? അപൂർവ രോഗമായ ചാന്ദിപുര വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണല്ലേ. ഗുജറാത്ത്. എങ്കിൽ അടുത്തത് 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി എന്താണ്? 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിങ്ടൺ ആണല്ലേ. സെമീറ ഗുഡ്സ്. എന്താണ്? വാഷിങ്ടൺ. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി എന്നാണ് വാഷിങ്ടൺ. ഓക്കെ, എങ്കിൽ 2024 നടക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? അറിയോ? 2024 നടക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് പ്രശസ്ത സിനിമാ താരം മോഹൻലാൽ ആണല്ലേ. മോഹൻലാൽ ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലേ നമ്മളെ ലൈവ് ക്ലാസ്സിൽ? മോഹൻലാൽ ഫാൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ അല്ലേ? യെസ്. മുംതാസ് പി എത്തിന് കുറേ നാളായില്ലേ കാണാത്ത. മുംതാസ്, സനാബാബു, വിദ്യാ സനീഷ്, രാധിക സി, ലിജി, ശ്രദ്ധ, ഹായ് ശ്രദ്ധ, സിഫ്ന, അഷിത,
ഇന്ദിര, അമ്പാടി, സമീറ, ഓക്കെ അല്ലേ? ഖദീജ, ശ്രീജാസ്. എന്താണ് 2024 നടക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായതാരാണ്? മോഹൻലാൽ ആണല്ലേ, മോഹൻലാൽ. ഓ അതെയോ, ഓക്കേടാ, ഓക്കെ ഓക്കെ അല്ലേ? യെസ്, ഓക്കെ മുംതാസ്, ഓക്കെ കേട്ടോ. ഹായ് ശ്രദ്ധ, ഹായ്. യെസ്, ഇനി ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് എവിടെയാണെന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം പറഞ്ഞേടാ നിതാ. അറിയില്ല, ഞാൻ പറയട്ടെടാ. ബീഹാറിലെ കിഴക്കൻ ചമ്പാരൻ ജില്ലയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ എവിടെയാണ്? അത് ബീഹാറിലെ കിഴക്കൻ ചമ്പാരൻ ജില്ല. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വാർഷിക റിപ്പോർട്ട് 2024 പ്രകാരം ഏറ്റവും കൂടുതൽ ജീവി വൈവിധ്യമുള്ള സംസ്ഥാനം ഏതാണ്? ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ്? സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വാർഷിക റിപ്പോർട്ട് പ്രകാരം 2024 പ്രകാരം ഏറ്റവും കൂടുതൽ ജീവി വൈവിധ്യമുള്ള സംസ്ഥാനം ഏതെന്നറിയോടാ? പറഞ്ഞേടാ, ഉഷാറാക്കിയടാ. എന്താണ് ആ ഒരു ഇത്? എന്ത് ആർക്കും ഒരു ഉഷാറില്ലാത്ത? ഫുഡൊക്കെ കഴിച്ചില്ലടാ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചില്ലേ? അമ്മു, അനിത ഫുഡൊക്കെ കഴിച്ചില്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? യെസ്, കേരളമാണല്ലേ, കേരളം. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വാർഷിക റിപ്പോർട്ട് പ്രകാരം 2024 ഏറ്റവും കൂടുതൽ ജീവി വൈവിധ്യമുള്ള സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. ഏതാണ് കൂട്ടുകാരെ? കേരളം. ഓക്കെ, യെസ്. ഇനി രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ഏതെന്നറിയോ? രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാൻ വേണ്ടിയിട്ട് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷനാണ്. ചിലപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള കൂട്ടുകാർക്കൊക്കെ ആ കാർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഒരു കാറിൻ്റെ പേരാണ്. ഏതാണ്? പറഞ്ഞേ. ഓപ്പറേഷൻ താർ. ഓക്കെ അല്ലേ? യെസ്, നമ്മളെ കൂട്ടത്തിൽ താറൊക്കെ ഓടിക്കുന്ന കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടാവും. എങ്കിൽ ഓർത്ത് വെച്ചോ, രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ താർ അല്ലേ? ഓപ്പറേഷൻ താർ. ഓക്കെ, എങ്കിൽ കീഴരിയൂർ ബോംബ് കേസില്ലടാ, കീഴരിയൂർ ബോംബ് കേസ്. ഈ കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന ആരാടാ? സന ബാബു. എന്താണ് കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന ആരെന്നറിയോ? കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന KB മേനോന്റെ ജീവിതകഥ ആസ്പദമാക്കിയ പുസ്തകമേതാണ്? എന്താണ് കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന KB മേനോന്റെ ജീവിതകഥ ആസ്പദമാക്കിയിട്ടുള്ള എന്താണ് പുസ്തകത്തിന്റെ പേര്? ഞാൻ പറയട്ടെ, അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്നാണ്. എന്താണ്? അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ. ഓർത്തു വെച്ചോടാ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന KB മേനോന്റെ ജീവിതകഥ ആസ്പദമാക്കി തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പേരാണ് അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ. ഇതാണ് അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ. ഒന്നും കൂടി ഞാൻ റിവിഷൻ ചെയ്തിടാം. എന്താണ്? ഒന്നുകൂടി റിവിഷൻ ചെയ്യട്ടെ. യെസ്, അപൂർവ രോഗമായ ചാന്ദിപുര വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. ചാന്ദിപുര വൈറസ് രോഗം ഗുജറാത്ത് ആണല്ലേ? യെസ് സമീറ. എന്താണ്? എവിടെയാണ്? ഗുജറാത്ത്. അധികാരികളെ എത്തിച്ച ഓഗസ്റ്റ് സ്ഫോടനം. ഗുഡ്സ്. എങ്കിൽ 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? യെസ്, വാഷിങ്ടൺ ആണല്ലേ? എവിടെയാണ്? വാഷിങ്ടൺ. എങ്കിൽ 2024 നടക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? മോഹൻലാൽ. 2024 നടക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് മോഹൻലാൽ. എങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് എവിടെയാണ്?
ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം? യെസ്, ബീഹാറിലാണല്ലേ, കിഴക്കൻ ചമ്പാരൻ ജില്ല. ബീഹാർ, കിഴക്കൻ ചമ്പാരൻ ജില്ല. എങ്കിൽ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വാർഷിക റിപ്പോർട്ട് 2024 പ്രകാരം ഏറ്റവും കൂടുതൽ ജീവി വൈവിധ്യമുള്ള സംസ്ഥാനം ഏതാണ് സിഫ്ന? യെസ്, കേരളമാണല്ലേ, കേരളമാണ്. ഏതാടാ? കേരളം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേടാ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ അഷിത? ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ ഓപ്പറേഷൻ താർ എന്താടാ? താറ് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷനാണ് സമീറ. എന്താടാ ഖദീജ? എന്താടാ ഇന്ദിര? എന്താണ് ഓപ്പറേഷൻ താർ അല്ലേ? ശ്രീഷ്മ, അനിത കേൾക്കുന്നില്ലടാ അമ്മു? ഓക്കെ, ഓപ്പറേഷൻ അഷിത എന്താണ്? യെസ്, എന്നാണ് ഓപ്പറേഷൻ താർ. ഓപ്പറേഷൻ താർ. ഓക്കെ, ഇനി കീഴൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന KB മേനോന്റെ ജീവിതകഥ ആസ്പദമാക്കിയ പുസ്തകമാണ് ഏത്? യെസ്, എന്താണ്? രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനുള്ള ഇതാണ് ഓപ്പറേഷൻ താർ അല്ലേ? ഇന്ന് അധികാരികളെ KB മേനോന്റെ ജീവിതകഥ ആസ്പദമാക്കിയ പുസ്തകമാണ് അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ. എന്താണ്? അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ അല്ലേ? ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ. ഓക്കെ, യെസ്. ഇനി കുറച്ച് മലയാളം പ്രീവിയസ് ഇയർ വായിക്കട്ടെടാ. കുറച്ച് മലയാളം പ്രീവിയസ് ഇയർ. ഓക്കെ അല്ലേ കൂട്ടുകാരെ? ഓക്കെ, എന്റെ ചോദ്യം ഇതാണ്, പ്രവാസം എന്ന കൃതി രചിച്ചതാരാടാ? പ്രവാസം എന്ന കൃതി, പ്രവാസം എന്ന കൃതി രചിച്ചതാരാണ്? പ്രവാസം എന്ന കൃതി രചിച്ചത് M. മുകുന്ദൻ. ശ്രദ്ധ, എന്താണ്? പ്രവാസം എന്ന കൃതി രചിച്ചത് M. മുകുന്ദനാണെങ്കിൽ EMS നമ്പൂതിരിപ്പാട് കഥാപാത്രമായി വരുന്ന നോവൽ ഏതെന്നറിയോടാ? EMS നമ്പൂതിരിപ്പാട് കഥാപാത്രമായിട്ട് വരുന്ന നോവലാണ് ഏത്? കേശവന്റെ വിലാപങ്ങൾ അല്ലേ? കേശവന്റെ വിലാപങ്ങൾ രചിച്ചതാരാണ്? കേശവന്റെ വിലാപങ്ങൾ എഴുതിയതാരാണ്? കേശവന്റെ വിലാപങ്ങൾ പറഞ്ഞേടാ. കേശവന്റെ വിലാപങ്ങളെ എഴുതിയത് ആരാടാ സനാബാബു? M. മുകുന്ദനാണല്ലേ? ആരാണ്? M. മുകുന്ദൻ. കേശവന്റെ വിലാപങ്ങള് M. മുകുന്ദൻ. ഓക്കെ, എങ്കിൽ നമ്മുടെ എഴുത്തച്ഛനില്ലേടാ? എഴുത്തച്ഛൻ. ഈ എഴുത്തച്ഛനെ കുറിച്ച് പ്രതിപാദിക്കുന്ന, എഴുത്തച്ഛനെ കേന്ദ്ര കഥാപാത്രമായിട്ട് C. രാധാകൃഷ്ണൻ എഴുതിയ കൃതിയാണ്. എഴുതിയ നോവലിന്റെ പേര് പറഞ്ഞേ. എഴുത്തച്ഛനെ ആധാരമാക്കിയിട്ട് എന്താണ്? എഴുത്തച്ഛന്റെ കഥാപാത്രമാക്കിയിട്ട് C. രാധാകൃഷ്ണൻ. ശ്രദ്ധാകൃഷ്ണനാണ്. തീക്കടൽ കടഞ്ഞെടുത്ത് തിരുമധുരം. എന്താണ്? എഴുത്തച്ഛനെ കുറിച്ച് പ്രതിപാദിക്കുന്ന മലയാള നോവലാണ് തീക്കടൽ കടഞ്ഞ തിരുമധുരം. ആരാ എഴുതിയത്? C. രാധാകൃഷ്ണൻ. എങ്കിൽ ഈ കഴിഞ്ഞ പരീക്ഷയിൽ PSC ചോദിച്ചതാണ്, പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തലയോട് ആരേശു? തകഴിയാണല്ലേ? തകഴി. എന്താണ്? എഴുത്തച്ഛൻ എന്താണ്? പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിയിട്ട് തകഴി ശിവശങ്കരപ്പിള്ള നോവലാണ് തലയോടല്ലേ? തലയോട്. ഓക്കെ, എങ്കിൽ ഉറൂബ് രചിച്ച സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിൽ പരാമർശിക്കുന്ന ചരിത്ര സംഭവം എന്തെന്നറിയോടാ? ഉറൂബ് രചിച്ച സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ പരാമർശിക്കുന്ന ചരിത്ര സംഭവം മലബാർ കലാപമാണല്ലേ? മലബാർ കലാപം. ഓക്കെ, എങ്കിൽ EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അരുന്ധതി റോയ് രചിച്ച കൃതി ഏതാണ്? EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അരുന്ധതി റോയ് രചിച്ച കൃതിയാണ് ഏതാ? പറഞ്ഞേടാ. എന്തിനാ പറഞ്ഞേ? രചിത്ത ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആണ്. എന്താണ്? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. എങ്കിൽ മഹാത്മാഗാന്ധിയെ കുറിച്ച് മലയാളത്തിൽ ആദ്യമായി പുസ്തകം പ്രസിദ്ധീകരിച്ചതാരെന്നറിയോ? മഹാത്മാഗാന്ധിയെ കുറിച്ച് മലയാളത്തിൽ ആദ്യമായി പുസ്തകം രചിച്ചത്
സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സമീറ എന്താണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് മഹാത്മാഗാന്ധിയെ കുറിച്ച് മലയാളത്തിൽ ആദ്യമായി പുസ്തകം പ്രസിദ്ധീകരിച്ചത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. എന്തില് എങ്കിൽ അന്ധകാരനഴി. അന്ധകാരനഴി ആരെഴുതിയതാടാ? അന്ധകാരനഴി. അന്ധകാരനഴി അറിയോ? യെസ്, ബിൻസി. ആരാണ്? ഇ സന്തോഷ് കുമാർ. അന്ധകാരനഴി രചിച്ചവരാണ് ഇ സന്തോഷ് കുമാർ ആണെങ്കിൽ എങ്കിൽ തമോവേദം. തമോവേദം ആരെന്നറിയോടാ? ബിൻസി. തമോവേദം രാജീവ് ശിവശങ്കർ. ആരാണ് ഖദീജ? ആരാണ്? തമോവേദം രാജീവ് ശിവശങ്കർ. എങ്കിൽ ആരാച്ചാർ എന്താണ്? ആരാച്ചാർ. ആരാച്ചാർ ആരാണ്? ആരാച്ചാർ കെ ആർ മീര. അല്ലാണ് ആരാച്ചാർ ആരാണ്? കെ ആർ മീര. അന്ധകാരനഴി എന്നാണ്. അന്ധകാരനഴി ഇ സന്തോഷ് കുമാർ, തമോവേദം രാജീവ് ശിവശങ്കർ, ആരാച്ചാർ കെ ആർ മീര. ഒന്നും കൂടി ഞാൻ വായിക്കട്ടെടാ, ഒന്നും കൂടി ഞാൻ വായിക്കട്ടെ. ഓക്കെ അല്ലേ? കിട്ടുന്നില്ലേ കൂട്ടുകാരെ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോടാ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയടാ. ഓക്കെ. അപ്പം പ്രവാസം എന്ന കൃതി രചിച്ചത് എം മുകുന്ദനാണ് അല്ലേ? പ്രവാസം എന്ന കൃതി രചിച്ചത് എം മുകുന്ദൻ. EMS നമ്പൂതിരിപ്പാട് കഥാപാത്രമായി വരുന്ന നോവലാണ് ഏത്? കേശവന്റെ വിലാപങ്ങൾ. ഇതാണ് കേശവന്റെ വിലാപങ്ങൾ. ആരെഴുതി കേശവന്റെ വിലാപങ്ങൾ? എം മുകുന്ദൻ. എങ്കിൽ എഴുത്തച്ഛനെ കുറിച്ച് പ്രതിപാദിക്കുന്ന മലയാള നോവലാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. ആരെഴുതി? സി രാധാകൃഷ്ണൻ. സി രാധാകൃഷ്ണൻ. ഓക്കെ, യെസ്. ഇനിയോ പുന്നപ്ര വയലാർ സമരത്തെ അടിസ്ഥാനമാക്കി തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച നോവലാണ് ഏത്? തലയോടല്ലേ? ഏതാണ്? തലയോട്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച നോവലാണ് തലയോട്. എങ്കിൽ ഉറൂബ് രചിച്ച സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിൽ പരാമർശിക്കുന്ന ചരിത്ര സംഭവം ഏതാണ്? അത് മലബാർ കലാപമാണ് അല്ലേ? മലബാർ കലാപം. എങ്കിൽ EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അരുന്ധതി റോയ് രചിച്ച കൃതിയാണ് ഏത്? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഏതാണ്? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. എങ്കിൽ മഹാത്മാഗാന്ധിയെ കുറിച്ച് മലയാളത്തിൽ ആദ്യമായി പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആരാണ്? അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. എങ്കിൽ അന്ധകാരനഴി ഇ സന്തോഷ് കുമാർ, തമോവേദം ആരാണ്? രാജീവ് ശിവശങ്കർ, ആരാച്ചാർ ആരാണ്? കെ ആർ മീര. ഓക്കെ അല്ലേ? ഓക്കെ. തൂലിക നാമം വായിക്കട്ടെ. തൂലിക നാമം. തൂലിക നാമം ചെറുകാട്. ആരാ? ചെറുകാട്. ചെറുകാട്. ചെറുകാട് ഗോവിന്ദ് പിഷാരടി അല്ലേ? സി ഗോവിന്ദ് പിഷാരടി. എങ്കിൽ ഏകലവ്യൻ ആരാണ്? ഏകലവ്യൻ. ഏകലവ്യൻ ആരാണ്? ഏകലവ്യൻ കെ എം മാത്യൂസ്. ഗുഡ്സ് എന്നാണ് ഏകലവ്യൻ കെ എം മാത്യു. എങ്കിൽ കെ പാനൂർ ആരാണ്? പാനൂർ. കെ പാനൂർ. കെ പാനൂർ. യെസ്, ആരാണ് കെ പാനൂർ? പറഞ്ഞേ. കുഞ്ഞിരാമൻ പാനൂർ. ആരാണ്? പാനൂർ എന്നറിയപ്പെടുന്ന ആരാണ്? കുഞ്ഞിരാമൻ പാനൂർ. എങ്കിൽ മാലി ആരെന്ന്? മാലി. മാലി. മാലി വി മാധവൻ നായരാണ് അല്ലേ? ഇന്നിലെന്താണ്? വി മാധവൻ നായർ. എങ്കിൽ ഇടമറുകാരാട? സുമാലുലു. ആരാണ്? ഇടമറുക്. 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 ഇടമറുകാരാട? ഇടമറുക്. ടി സി ജോസഫ്. ഗുഡ്സ്. അതാണ് ഇടമറുക്. ടി സി ജോസഫ് ആണ്. ഇടമറുക് ടി സി ജോസഫ്. എങ്കിൽ അഭയദേവ് ആരാട? അഭയദേവ്. അഭയദേവ് അയ്യപ്പൻ പിള്ള. ആരാണ്? അഭയദേവ് അയ്യപ്പൻ പിള്ള. ഞാൻ പറയാം. ചെറുകാട് സി ഗോവിന്ദ പിഷാരടി, ഏകലവ്യൻ കെ എം മാത്യു, കെ പാനൂർ കുഞ്ഞിരാമൻ പാനൂർ, മാലി വി മാധവൻ നായർ, ഇടമറുക് എന്താണ്? ഇടമറുക്. ഇടമറുകി ടി സി ജോസഫ് അല്ലേ?
TC ജോസഫ്. എങ്കിൽ അഭയദേവരാണ് അയ്യപ്പൻ പിള്ള. അഭയദേവരാണ് അയ്യപ്പൻ പിള്ള. മനസ്സിലായിട്ടിടാ? മനസ്സിലായില്ലേ? ഇന്ദുചൂടനാടാ. ഇന്ദുചൂടൻ ഫസ്റ്റ് പറഞ്ഞ നെയിം എന്തായിരുന്നു? ചെറുകാട് സി ഗോവിന്ദ പിഷാരടി. യെസ് എന്നാണ് ഇന്ദുചൂടൻ. എന്താണ്? ഇന്ദുചൂടൻ KK നീലകണ്ഠൻ. ഇനി പമ്മൻ എന്നറിയപ്പെടുന്നവരുടെ പമ്മൻ എന്നറിയപ്പെടുന്നവരാണ് പമ്മൻ. അറിയോ? യെസ് എന്നാണ് RP പരമേശ്വരൻ നായരാണ്. പമ്മൻ എന്നറിയപ്പെടുന്നവരാണ് RP പരമേശ്വരൻ നായർ. എങ്കിൽ കാക്കനാടൻ എന്നറിയപ്പെടുന്നവരാണ്. കാക്കനാടൻ എല്ലാവർക്കും അറിയാം അല്ലേ? കാക്കനാടൻ എന്നറിയപ്പെടുന്ന ആരാണ്? ശ്രീനന്ദ് പറഞ്ഞേ ബിൻസി. യെസ് കാക്കനാട് എന്നറിയപ്പെടുന്ന ജോർജ് വർഗീസ് ആണല്ലേ. എങ്കിൽ കോവിലൻ ആരാടാ? കോവിലൻ VV അയ്യപ്പനാണല്ലേ. കോവിലൻ എന്നറിയപ്പെടുന്ന VV അയ്യപ്പൻ. എങ്കിൽ വിലാസിനി എന്നാണ്? വിലാസിനി MK മേനോൻ. വിലാസിനി MK മേനോൻ. ആശാമേനോൻ K ശ്രീകുമാറാണല്ലേ. ആശാമേനോൻ K ശ്രീകുമാർ. നന്ദനാർ എന്നറിയപ്പെടുന്നതാണ്. നന്ദനാർ എന്നറിയപ്പെടുന്നത് PC ഗോപാലൻ. അതാണ് PC ഗോപാലൻ. എങ്കിൽ ഏകലവ്യൻ ആരാടാ? ഏകലവ്യൻ K മാത്യു. ഞാൻ ഒന്നും കൂടി പറയട്ടെടാ. എന്താണ്? ഇന്ദുചൂടൻ KK നീലകണ്ഠൻ, പമ്മൻ RP പരമേശ്വരൻ നായർ, കാക്കനാടൻ ജോർജ് വർഗീസ്, കോവിലൻ VV അയ്യപ്പൻ, ചെറുകാട് C ഗോവിന്ദ പിഷാരടി, വിലാസിനി MK മേനോൻ, ആശാമേനോൻ എന്നറിയപ്പെടുന്നത് K ശ്രീകുമാർ, പാറപ്പുറത്ത് ആരാടാ? പാറപ്പുറത്ത് K മത്തായി, നന്ദനാർ PC ഗോപാലൻ, എന്നാണ് ഏകലവ്യൻ K മാത്യൂസ്. ഓക്കെ അല്ലേടാ? നമുക്കിത് ഇവിടെ നിർത്തിയാലോടാ? ഇന്നിവിടെ നിർത്തട്ടേടാ? യെസ്, ഞാൻ എൻ്റെ ബാക്കി നോട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. യെസ്, നമുക്കിവിടെ നിർത്താം കേട്ടോ. ഇതിൻ്റെ റെക്കോർഡിംഗ് കേൾക്കുക. യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. യെസ്, ഇതിൻ്റെ PDF ഞാൻ എന്താക്കാം? നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. യെസ്, അപ്പം ഓക്കെ, ബൈ, സി യു. നാളെ വീണ്ടും കാണാം. ബൈ, സി യു. ഗുഡ് നൈറ്റ്. ബൈ, സി യു.